ബാർബർ ഷോപ്പ്, നല്ല അടിപൊളി ബാർബർ ഷോപ്പാട്ടോ. ഉഗ്രൻ, സൂപ്പർ. ഇതാണ് ഈ ചേട്ടൻ്റെ ഷോപ്പാണ് ഇത്. ചേട്ടൻ പേര്? മണി. ഇവിടെ തന്നെ താമസം? പുള്ളി മലയാളം അറിയാം കേട്ടോ അല്ലേ? എന്നാൽ ശരി. ഞാനേ പോയ വഴി വേറെ ആയിരുന്നു, വന്ന വഴി വേറെ, വഴി മാറിപ്പോയിട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങോട്ടാണോ തോന്നുന്നു, അവിടേക്കാണോ പോകേണ്ടത് ഇങ്ങോട്ടാണോ പോകേണ്ടത് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ജംഗ്ഷനിൽ വന്ന് പെട്ടുപോയി. അവിടേക്ക് എന്താ തിരക്ക് നോക്കി, ഇതുണ്ടോ ഫുള്ള് തിരക്കാണ് അങ്ങോട്ടേക്ക്. നമുക്കേതായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ അരി ആട്ടി കൊടുക്കും കേട്ടോ, 1 കിലോയ്ക്ക് 10 രൂപയുള്ളേ. കാണിച്ചു തരാം. നമ്മൾ നേരത്തെ അവിടെയും പോയായിരുന്നു. ഇതുണ്ടോ അരി ആട്ടി കൊടുക്കുന്ന മിഷ്യനാണ്. കടല ആട്ടും. എന്താ അല്ലേ, ഇതാ മോട്ടർ, അങ്ങനെ മോട്ടർ സെറ്റപ്പാണ്. എന്നുണ്ടോ കറണ്ടിൽ ഉണ്ടോ. ഇത് ഈ ചേട്ടൻ്റെ ആട്ടോ. ഇവിടെ ഇത് എന്താ പച്ചമുളക്, ഇഞ്ചി. ഇത് ഇഞ്ചി ആട്ടോ, ഇഞ്ചി ആട്ടി വെച്ചതാണ്. ഇഞ്ചി, പച്ചമുളക്, വെങ്കായം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെങ്കായം അരച്ച് വെച്ചതാണ് അല്ലേ? 10 രൂപ. ചേട്ടൻ്റെ പേര്, നെയിം? ദൊദ്ദള്ളി. താമസം ഇവിടെ തന്നെയാ? അപ്പം അരച്ചും കൊടുക്കുന്നുണ്ടോ. ഇതെന്താ കുങ്കുമോ? കുങ്കുമം ചേട്ടാ, കുങ്കുമാണേ. കുങ്കുമം. പന്ത്രണ്ടര ആയിട്ടോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതാ ഒരു ബസ് പോകണുണ്ടോ അങ്ങോട്ടേക്ക്? ബസ് പോകുന്നുണ്ടേ. ഏതാ ആശാരിപ്പണി ഇവിടെ. ഇവിടെ ജനലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പയ്യന്മാരൊക്കെ എന്താ വരവ്. ജനല് കട്ടില എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആശാരിപ്പണി. സൈക്കിൾ റിപ്പയറിങ്, സൈക്കിൾ നന്നായി കൊടുക്കുന്ന ഷോപ്പാട്ടത്. ഇതുണ്ടോ എന്താ അല്ലേ, കുഞ്ഞ് ഷോപ്പ്. അതിൻ്റെ അടുത്ത് തന്നെ വീട്. എനിക്കൊരു വീടൊക്കെ കണ്ടപ്പോഴാട്ടോ അത്ഭുതം തോന്നിയത്. എന്നുവെച്ചാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീടിൻ്റെ ഉള്ളിൽ കയറും. ഇവിടെ അതുപോലെ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട് നോക്കിയേ, വെള്ളം വീഴുന്നുണ്ടോ. ഇത് ഫുള്ള് പലകയും കൊണ്ടാണല്ലോ ഈ വീട്. ഫ്രണ്ടേജ് നോക്കില്ലേ, ഒരു മഴയും കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിഞ്ഞു പോകൂലേ. ഓരോന്നിനും മൊട്ടക്കുന്നായതുകൊണ്ട് ഭയങ്കര കാറ്റായിരിക്കും. അങ്ങോട്ട് നോക്കിയ ഓരോ പാടിയാ. ഇവിടെ എന്താ പണി നടക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ. ഇവിടെ കടയാണ്. പട്ടികളുണ്ട് സീന, അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ട് കിടക്കുന്നത്. എപ്പോഴാണ് വന്ന് കൊതറി കടിക്കുകയെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള നാടായതുകൊണ്ടേ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെപ്പോൾ വേണമെങ്കിൽ നമ്മൾ ആക്രമിക്കും. പിന്നെ ഓരോരുത്തർ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പോവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലവർക്ക് ഭ്രാന്തായിരിക്കും, ചിലർ തല്ലും. അങ്ങോട്ട് താ വീടുകൾ കാണാം കേട്ടോ. ചിലവർ പിടിച്ച് അടിക്കും. ഇവിടെയുള്ള ചിലവർ ഭ്രാന്തന്മാരാ, തല്ലിക്കളയും. എന്തായതൊന്നും ചോദിക്കൂല. ഈ വീടുണ്ടോ ഫുള്ള് പൂക്കളൊക്കെ തൂക്കി അലങ്കരിച്ച്. എന്താ കോട്ടേഴ്സാന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ. അങ്ങോട്ട് നോക്കിയേ, വീടുകളാണേ കണ്ടോ. ഞാൻ പിന്നെ ഓൾറെഡി പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ വെച്ചാൽ പുള്ളിക്കാരൻ എന്നെ തല്ലാൻ വിളിച്ചാന്ന്. ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ, പറയാൻ പറ്റില്ല. ഇത് മില്ലാണ് കേട്ടോ. നമുക്കതിൽ മില്ലിൻ്റെ ഉള്ളിലൊന്ന് പോവാം. ഞാൻ കാണിച്ചു തരാം. മരമീറുന്ന മില്ല്. ഹായ്. മരങ്ങളൊക്കെ ഈർന്ന് ഇവിടുന്ന് കൊടുക്കുകയാണ്. നല്ല നല്ല മരങ്ങൾ. ഹായ്. മരം ഈർന്ന
ആ മരം ഏറുന്നത് നോക്കട്ടെ. ഇതാട്ടെ മെഷീനറി. അപ്പോൾ ഇതാണ് മരം ഏറുന്ന മെഷീനാണ്. കണ്ടോ, വയനാട്. ആ ഇതാണ് മെഷീൻ, നോക്കിയേ. കണ്ടോ, അതിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ അങ്ങനെ മുറിച്ചങ്ങോട്ട് കൊടുക്കും. എവിടെ കാണാം. ഞാനങ്ങനെ നടന്ന് വന്നിട്ട് ഒരു ജംഗ്ഷൻ്റെ അവിടെ എത്തിയിട്ടോ. അങ്ങോട്ടേക്ക് വീടുകളാണ്, വീടുകൾ കോട്ടേഴ്സൊക്കെയാണ്. അങ്ങോട്ടേക്ക് ഉണ്ടോ, ഇവിടെ മില്ല, മരമില്ല്. ഈ ജംഗ്ഷൻ തന്നെ ചെറിയൊരു അമ്പലം കേട്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ, പിന്നെ ഇവിടെ ചരക്ക് ലോറിയൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇതാ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ ഇൻഡസ്ട്രിയിലൊക്കെ ആയിട്ട് ഇതാ അമ്പലം, ചെറിയ കോവിൽ. ഞാനങ്ങനെ വഴിയൊക്കെ തെറ്റി വേറെ എവിടെ എത്തിയിട്ടോ. ഈ ടൗണിൻ്റെ ഏതൊരു ഭാഗത്തുനിന്ന് ചാടി പോയ വഴിയും വന്ന വഴിയൊക്കെ മാറിപ്പോയി. ഇത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുള്ളതുകൊണ്ട് ആകെ കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ വഴിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവുക. അങ്ങോട്ടേക്ക് ചെറിയ ടൗണ് കാണുന്നുണ്ട്, കണ്ടോ. ആ ടൗണിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാറാട്ടോ, കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതാ കണ്ടോ, സ്ട്രീറ്റ് ലൈറ്റൊക്കെ. ഇതാ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ. 4 വരിപ്പാതയാണേ. ഞാനങ്ങനെ നടന്ന് ക്ഷീണിച്ചു. വഴി തെറ്റിപ്പോയതാണ് പ്രശ്നമായത്. എന്താ വെച്ചാൽ ഞാൻ പോയപ്പോൾ വഴി അങ്ങ് ഓർമ്മ കിട്ടിയില്ല. കുറേ വഴിയുള്ളതുകൊണ്ടേ. പിന്നെ ഇവിടെയൊക്കെ ഇതാ വർക്ക്ഷോപ്പാണ് ഈ വരുന്ന വഴിക്ക്. പിന്നെ ഇവിടെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ, നല്ല അടി കിട്ടും. ഇവർക്ക് മലയാളീനെ കണ്ട കലിപ്പാന്നാണ് പറഞ്ഞത് അവിടുത്തെ ചേട്ടൻ. പിന്നെ ബൈക്കിൻ്റെ റിമ്മ് ബെൻഡടിക്കുന്നതല്ലേ? ആ ഇതാട്ടോ ബെൻഡടിക്കുന്ന. ആ ബെൻഡടിക്കുന്ന മെഷീനാണിത്. സൂപ്പർ. ചേട്ടാ പേര് നെയിം? ദേവൻ. ചേട്ടാ നെയിം? നാഗരാജ്. ബ്രോൻ്റെയോ? അപ്പോൾ ആ പുള്ളിക്ക് മടിയാന്ന് തോന്നുന്നു. എന്തായാലേ ബെൻഡടിക്കാൻ നോക്കിയ സെറ്റപ്പ്. പുള്ളിയാണ് എങ്ങനെ കാണിച്ച കൈ കൊണ്ട് കാണിച്ചോ പറ്റൂലെന്ന് വെച്ചാൽ ചിലപ്പോൾ ചങ്ങന്മാർ തല്ലും. അതങ്ങനെയാണ്. നമ്മൾ മലയാളീസിനെ കലിപ്പാ. അതെന്താണോ അതങ്ങനെ കലിപ്പ്? അത് ചില സ്ഥലത്തൊക്കെ പോയാൽ അടിക്കും. ഇവന്മാർ പറച്ചിലൊന്നുമില്ല, ആദ്യം അടിയാണെന്നാണ് പറഞ്ഞത്. അടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ പേടിക്കണം നമ്മൾ. മറ്റുള്ള സ്ഥലങ്ങൾ പോകുമ്പോഴേ നമ്മൾ ആളുകളായിട്ട് ഇടപഴകുമ്പോൾ ഇത്തിരി സീനാണ്. സൂക്ഷിച്ചും കണ്ടും പോയി ഷൂട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ തല്ലു വരും. പിന്നെ ചെറുത് പിള്ളേർക്ക് ബോധം ഉണ്ടാവുമായിരിക്കും. ചില കാരണന്മാർക്കാണ് ബോധമല്ലാത്ത. ഇവിടെ സ്കൂളൊക്കെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടല്ലേ. പിള്ളേരെ ക്ലാസ് കഴിഞ്ഞ് പോകാൻ തോന്നുക. ഇവിടെ ചെറിയ ജംഗ്ഷനാണേ. ഇവിടെ ബസ് കാത്തുക്കുണ്ടതാ. എന്താ ഇവിടെ എക്സാം ആണെന്ന് തോന്നുന്നു. അവിടുന്ന് ബസ് വരുന്നുണ്ട്. വരവാ ബസ്സൊക്കെ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ടൗണിൻ്റെ ഇടയിലൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം, ബസ് സ്റ്റാൻഡിലോട്ട് പോവാൻ. ഗുണ്ടൽപേട്ടയ്ക്ക് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. കാരണം അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. കുറച്ച് നേരത്തെ അവിടെ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കാരൊക്കെ പോയി.
നമുക്കിങ്ങനെ ഒഴുകുകയാണ്. ഒഴുക മാത്രമല്ല, ഒട്ടുന്ന ഭയങ്കര ഒട്ടല. വെള്ളം നന്നായി കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് സീനാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്ക് ചുണ്ടൊക്കെ വേഗം പറ്റിപ്പോന്ന്. ഇതാ കരിമ്പ് ഉണ്ടോ നോക്കിയേ. ആ ഓട്ടോറിക്ഷയിൽ പുള്ളി കരിമ്പാട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു വഴി വന്നു. അവിടെ ചേട്ടതാ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നുണ്ടതാ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പിന്നെ ആ വണ്ടിക്ക് അതല്ല ചോളം കൊണ്ടുവരാനുണ്ടോ? ചോളപ്പുല്ല്. അതിൽ ചോളമൊക്കെ ഉണ്ടോ പശുവിന് കൊടുക്കാൻ വേണ്ടി? ഇതാ പിന്നെ ഇത് അടക്ക, മുളക്, കാപ്പിക്കുരു, ഇഞ്ചി അതൊക്കെ എടുക്കുന്ന ഷോപ്പാട്ടോ. മഞ്ഞൾ, അതെന്താ പറയുക, തൂമ്പയോ? തൂമ്പ ഉണ്ടാക്കുക. തൂമ്പ കേട്ടോ, തൂമ്പ. പിന്നെ കൈക്കോട്ട് തൂമ്പ ഒന്നാണല്ലോ. പിക്കാസില്ലേ, പിക്കാസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ പണിയാട്ടോ, വീട് പണിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ അള്ളിയൊക്കെ നോക്കി അങ്ങോട്ടേക്ക് ഒരു വൃത്തിയില്ല, തീരെ വൃത്തിയില്ലാത്ത ആൾക്കാരാട്ടോ അവർ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണേ. അവിടെ ഇതാ ചോളപ്പുല്ലൊക്കെ ഇട്ടിട്ട് ആ സൈഡിൽ കണ്ടോ. പിന്നെ എന്താ അവിടെ ചെറിയ ചേട്ടൻ കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഈ ജംഗ്ഷനിലെ അമ്പലം, എന്താ അമ്പലം കണ്ടോ, അമ്പലമാണേ. ഞാൻ അങ്ങോട്ടേക്ക് എത്തിയതെന്ന് സ്കൂളാന്ന് തോന്നുന്നു. ഇപ്പുറത്ത് ഇതാ ഈ മതിലൊക്കെ ഇട്ടിട്ട് സ്കൂളാ. ആ സ്കൂളാണ്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കണ്ടോ. ഒരു എക്സാമാണ് കണ്ടോ പിള്ളേരൊക്കെ. ഇവിടെ ഇതാ ചെറിയൊരു പെട്ടിക്കട. ഞാനിവിടെ കുറച്ച് ദൂരം നടന്നെത്തി കേട്ടോ. ജംഗ്ഷനിൽ തന്നെ അമ്പലം കണ്ടത്, ആ അമ്പലം. അപ്പോൾ ഞാൻ അവിടെ നിന്നാട്ടോ വന്നേ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത്. ആ ഓട്ടോറിക്ഷയിലൊക്കെ എന്തോ ഒരു പേരാ അല്ലേ, വണ്ടി ഫുള്ളാ. പിന്നെ അവിടേക്ക് ഒരു വഴി പോകുന്നുണ്ട്. വലിയൊരു ആൽമരം കണ്ടോ. ഇവിടെ അമ്പലം തന്നെയാ. അപ്പം ഞാനങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് 2 ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. 100 രൂപയേ ഉള്ളൂ. കുറേ പീസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇതുണ്ടോ, ഞാനങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപ. ഇത് ഗുണ്ടിൽപേട്ടയ്ക്ക് പോകുന്ന വഴിക്ക് സൈഡിലുള്ള കടയാണ് കേട്ടോ. കുറച്ച് പേര് അവിടെ നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്നാൽ പോവാല്ലേ. നടന്ന് അങ്ങോട്ടേക്ക് തന്നെയാണ് ഞാൻ പോണേ. ഇപ്പോൾ വെയിലൊക്കെ പോയിട്ടോ, മഴക്കാറാ. എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ മഴ പെയ്താലും എന്താണെന്നറിയാം, ചൂടാണ്. ഒരു പുഴുങ്ങുന്ന ചൂട്. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇവിടെയൊക്കെ നോക്കിയേ, അഴുക്കുചാല് കണ്ടോ. എൻ്റെ അമ്മോ, യോ ഞാൻ വെച്ചാൽ പട്ടീനെ ഇപ്പോൾ കടിച്ചു നോക്കിയിട്ട്. അതിന് പിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്, അവിടെ ഗണ്ടാക്കോസിൻ്റെ ഒരു കൃഷിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ചങ്ങോട്ട് പോകണം. ആ വീഡിയോ കൂടി ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ഇവിടെ തോപ്പ ഉണ്ടാക്കുന്ന കേട്ടോ. അതൊക്കെ ഇതണ്ട ഊട്ടിക്കുക കത്തി. വാ, അത് തീയണ്ടോ. അത് മിഷനറി കേട്ടോ, മൂർത്തി ആക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇവര്. പിടി. ചേട്ടാ പേരെന്താ? പേര് ചൈതന്യ. ആ പുള്ളി മറ്റേ അതിൻ്റെ പിടിയാണ് കേട്ടോ, ചൂമ്പയ്ക്കുള്ള പിടിയാണ് ഉണ്ടാക്കുന്നത്. ഇതും തൂമ്പ തന്നെയല്ലേ? ആ ഇത്
ഇത് മറ്റേ പിക്കാസ് ആട്ടോ, പിക്കാസ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഊട്ടിക്കാണ് തൂമ്പ മിഷനറി. ഈ ചേട്ടൻ തൂമ്പ ഊട്ടിക്കല്ലേ? തൂമ്പ ಅದೆಲ್ಲ ಹ್ಯಾಮರ್ ಮಿಷಿನ್. ಆನ್ ಮಾಡೋ ಮಿಷಿನ್. ಕೊಂಡ ಆನ್ ಕರೋ. ಇದೆಲ್ಲ ಅಗ್ರಿಕಲ್ಚರ್. ചേട്ടാ ഊട്ടിക്കുന്നതാണ്. ചേട്ടാ കണ്ടോ തൂമ്പ ഓടിച്ച് കൊടുക്കുകയാണ്. ചേട്ടാ പേര് നെയിം? മുഹമ്മദ്. സയ്യദ് മുഹമ്മദ്. എന്താ നോക്കില്ലേ അവിടെ കത്തി ഓടി അവിടെ തൂമ്പ ഓട്ടിക്കുന്നു. അടിപൊളി. ഞാനൊക്കെ ആദ്യമായിട്ട് വേണം കേട്ടോ സെറ്റപ്പ്. അവിടെ കത്തി ഇവിടെ തൂമ്പ. എന്താ ചേട്ടാ ലൈറ്റ് മെഷീൻ എന്താ അല്ലേ? ഇതുണ്ടോ ഇവിടെ പറഞ്ഞാൽ ഒരുപാട് മെഷീൻസ് കാണാം. ഇതെന്തുണ്ടാ ചേട്ടാ? ഇതെന്താ? ഇതെന്തിൻ്റെ ട്രാക്ടറോ? ട്രാക്ടർ നമ്മൾ ഉഴുത് മറിക്കുന്നല്ലേ? ഉഴുത്. അപ്പോൾ ഇതാണ്ട്ടോ മെഷീനറിയും കാര്യങ്ങളൊക്കെ. വാവ് ഇതുണ്ടോ ഈ ട്രാക്ടറിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. പിന്നെ ബൈക്കിൻ്റെ പോക്കുഴൽ അതൊക്കെ ഇവിടെ ഉണ്ടാക്കും. പല സംഭവങ്ങളും ഇവിടെ നിന്ന് ഉണ്ടാക്കും കേട്ടോ. അവർ അവിടെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ സെറ്റപ്പാ. ഇത് രണ്ടും ഒരു മെഷീനാണെന്ന് തോന്നുന്നു. അതാണ് പൽചക്രതാണ്. ചേട്ടി പേരെന്താ? പ്രസ്സിംഗ് മെഷീൻ. പ്രസ്സിംഗ്. അത് പ്രസ്സിംഗ് മെഷീൻ അല്ലേ? മെഷീൻ ഇത് പ്രസ്സിംഗ് മെഷീനാണ് കേട്ടോ. പ്രസ് ചെയ്യുന്ന എന്താ ഇതിനെ തുളയ്ക്കുന്നതാണ്. ഇതുണ്ടോ തുളയ്ക്കുന്ന മെഷീൻ. ഇത് സാൻഡർ കട്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പുള്ളി ഇവിടെ ബെൽഡ് ചെയ്യാണ്. കണ്ടോ ത്രെഡൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. കണ്ടോ ത്രെഡൊക്കെ നമ്മുടെ സ്ക്രൂവിൻ്റെ ത്രെഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ത്രെഡ് ഉണ്ടാക്കും. അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവർ. അങ്ങനെ സെറ്റപ്പാണ്. ഓട്ടോമൊബൈൽ പരിപാടിയാണ് എല്ലാവരും. അവരുടെ ഓണർ. ചേട്ടനാണ് ഓണർ. സാഫ്റ്റ്. ഇത് സാഫ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതുണ്ടോ? എന്താ അല്ലേ സെറ്റപ്പ്. ചേട്ടൻ്റെ പേര്? സഹീർ. വീട് ഇവിടെ തന്നെയാ? കുറേ വർഷമായി ചേട്ടാ ഇവിടെ? കുറേ വർഷമായി കട ഓപ്പൺ? 20 ഇയർ. ഫുഡ് കഴിച്ചോ? ഊട്ടാ റംസാൻ. ഓക്കെ എന്നാ ചേട്ടേ ബൈ. പോട്ടെ എന്നാൽ നമുക്ക് കടയിൽ നിന്ന് പോവാട്ടോ. ഇത് പ്രേറ്റേഴ്സ് ആണോ? പ്രേറ്റേഴ്സ് എന്താ തിരക്കുന്ന നോക്കി. ടാക്കോസിൻ്റെ കൃഷിയാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം. അങ്ങോട്ടേക്ക് എന്താ നോക്കിയേ വലിയ കൃഷി. ഇതുണ്ടോ? ഇതാണ് ഗണ്ടാക്കോസ് എന്ന് പറഞ്ഞ സാധനം. ഇതുണ്ട് ഇങ്ങനെ മണ്ണിൻ്റെ മേലെ അത് മുളച്ച് വരുന്നത്. കണ്ടോ എന്താ ഭംഗിയില്ലേ കാണാനേ. എന്താ രസം. എന്താ എന്താ സ്ഥലമല്ലേ. ഇത് ഫുള്ളാ കൃഷി തന്നെയാണ് കേട്ടോ ഗണ്ടാക്കോസ് ഈ കാണുന്നത്. അതെ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചങ്ങയുടെയും ചോദിച്ചു. ചങ്ങയുടെ ഇങ്ങനെ ചൂടില്ല. ചങ്ങയിലിപ്പോൾ പറയാൻ പറ്റില്ല. ഇതെന്തോ ഒരു കൃഷിയാണ്. അങ്ങോട്ട് ഉള്ളിത്തണ്ടാണ് കേട്ടോ.